കർഷകരുടെ ദില്ലി ചലോ മാർച്ചിൽ സംഘർഷം. കർഷകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. 5 കർഷകർക്ക് പരിക്കേറ്റു. കൂടുതൽ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ ഡിസംബർ 16-നാണ് പഞ്ചാബിന് പുറത്ത് ട്രാക്ടർ മാർച്ച് നടത്തും. 18-ന് പഞ്ചാബിൽ റെയിൽ തടയൽ സമരവും സംഘടിപ്പിക്കും. കർഷകരുടെ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി കർഷകരുടെ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ബാലു, കർഷകർ അവരിങ്ങനെ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവരെ തടയാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്, ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. പക്ഷേ അവർ മുന്നോട്ട് തന്നെ പോകുന്നു. ഇന്നിപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്, ഒപ്പം തന്നെ മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പഞ്ചാബിലെ ശംഭു ബോർഡറിന് സമയം പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭു അതിർത്തിയിൽ ഈ കർഷകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷമുണ്ടായത്. ദില്ലി മാർച്ച് നടത്താൻ വേണ്ടി മുന്നോട്ട് പോയ 100-ലധികം കർഷകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് ഈ പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കർഷകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി. ഇതേ തുടർന്ന് അവരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് ടിയർ ഗ്യാസും അതുപോലെ തന്നെ ജലപീരങ്കിയും ഒക്കെ പ്രയോഗിച്ചു. നിലവിൽ കർഷക സംഘടനാ നേതാക്കൾ അറിയിക്കുന്നത് ഈ സംഘർഷത്തിൽ 17 പേർക്ക് പരിക്കേറ്റു എന്നതാണ്. ഇന്നത്തെ ഈ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഇന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഡിസംബർ 16-ന് ഈ പഞ്ചാബിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ട്രാക്ടർ റാലി നടത്താനും 18-ന് പഞ്ചാബിൽ റെയിൽ തടയൽ സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സമരം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ സമരത്തിന് പിന്തുണയൊക്കെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ പിന്തുണ പ്രഖ്യാപിച്ചതിനപ്പുറം തങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ പറയുകയും ചെയ്തിട്ടുള്ളത്.